ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം യോശുവയുടെ പുസ്തകം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവ 14 അധ്യായം 5 വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ചു, ദേശം വിഭാഗിച്ചു. മോശയോട് ദൈവം കൽപ്പിച്ചതനുസരിച്ച് യോശുവയും പുരോഹിതനായ എലയാസറും ഗോത്രത്തലവന്മാരും ചേർന്ന് എല്ലാ ഗോത്രങ്ങൾക്കുമായി ദേശം വിഭജിച്ച് നൽകിയതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വായനാഭാഗത്ത് കാണുന്നത്. ലേവി ഗോത്രം പൗരോഹിത്യ ഗോത്രമായതുകൊണ്ട് ഗോത്രപരമായ അവകാശം അവർക്ക് ലഭിച്ചില്ല. അത് 13 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രത്യേകമായ നിലയിൽ യഹോവ തന്നെ അവരുടെ അവകാശമായിരുന്നു. യോസഫിൻ്റെ 2 പുത്രന്മാരായ എഫ്രയീമും മനശ്ശെയും അരഗോത്രങ്ങളായി യോസഫിൻ്റെ സ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഗോത്രങ്ങളുടെ എണ്ണം വീണ്ടും 12 ആകുന്നു. യാക്കോബ് മരിക്കുന്നതിന് മുൻപ് അവരെ തൻ്റെ സ്വന്തം പുത്രന്മാരായി ദത്തെടുത്തിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യഹോവ കൽപ്പിച്ച പ്രകാരം 9 ഗോത്രങ്ങൾക്ക് ചീട്ടിട്ടാണ് വിഭജനം നടത്തിയത്. 2 ഗോത്രങ്ങൾക്ക് മോശ നേരത്തെ തന്നെ യോർദാൻ അക്കരെ അവകാശം കൊടുത്തിരുന്നു. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കാൻ അത്ര ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഉടമ്പടി സമൂഹത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അതിരുകൾ ഇല്ലാത്തതാണ്. യഹോവ പിതാക്കന്മാർക്ക് അവകാശമായി വാഗ്ദത്തം ചെയ്ത ദേശം തങ്ങൾക്ക് വിഭാഗിച്ചു കിട്ടുക എന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ വളരെ നാളുകളായി കാത്തിരുന്ന സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരമായിരുന്നു. ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഒരു പ്രത്യേക ഉടമ്പടി സമൂഹമായി ഇസ്രായേലിനെ വിളിച്ചു വേർതിരിച്ചു എന്നത് ദൈവസ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ്. ഇപ്പോൾ അവർ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശം അവർക്കായി അനുഭവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നു. ദേശം അനുഭവമാക്കുവാനുള്ള കഠിന അധ്വാനവും യുദ്ധങ്ങളുമെല്ലാം ദൈവം തന്നെ അവർക്കായി ചെയ്യുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഉടമ്പടി സമൂഹത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. രണ്ടാമതായിട്ട്, യഹോവ തന്നെയാണ് അവകാശം. അലഞ്ഞു നടന്ന ഒരു സമൂഹം ഒരു സ്ഥലത്ത് താമസം ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ സ്ഥലം അവകാശമാക്കുന്നതിന് വേണ്ടി ധാരാളം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നവർ ഇപ്പോൾ യുദ്ധങ്ങളൊന്നും ഇല്ലാതെ തങ്ങൾക്ക് അവകാശമായി ലഭിച്ച അല്ലെങ്കിൽ തങ്ങൾക്ക് സ്ഥിരമായി ലഭിച്ച സ്ഥലത്ത് സമാധാനമായി വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യഹോവ തന്നെ അവകാശമായിരുന്നത് കൊണ്ട് ലേവ്യർക്ക് താമസിക്കുവാനുള്ള പട്ടണങ്ങൾ മാത്രമേ അവിടെ നൽകിയിരുന്നുള്ളൂ. അത് യോശുവയുടെ പുസ്തകം 13 അധ്യായത്തിൻ്റെ 33 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കൂടാതെ കന്നുകാലികൾക്കുള്ള മേച്ചിൽപ്പുറങ്ങളും അവിടെ നൽകുന്നതായിട്ട് കാണാം. തെരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമായി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 പത്രോസ് 2 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ ഇവിടെ പത്രോസ് ശ്ലീഹായും ഇത് തന്നെയാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയതുപോലെ അനുഗ്രഹങ്ങൾ നമുക്കും ദിനം തോറും നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ നമ്മൾ സംതൃപ്തരായിട്ട് ജീവിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർക്കുക. അവയിൽ സംതൃപ്തരായി നന്ദിയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ അതിരുകളില്ലാത്ത സ്നേഹത്തിനും കരുതലിനുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ തുടർന്നും അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ.